അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും മുത്തുനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാമോ? അതെ, അല്ലാഹു തആല അയച്ചതാണ് മുത്തുനബിയെ. നാം ഇവിടെ വായിക്കുന്ന ഇസ്ലാം പ്രചരിപ്പിക്കാൻ എത്ര പ്രയാസപ്പെട്ടെന്നറിയുമോ? ഇസ്ലാം പ്രചരിപ്പിച്ചെന്ന കാരണത്താൽ സ്വന്തം നാടും കുടുംബവും ഉപേക്ഷിക്കേണ്ടി വന്നവരാണ് മുത്തുനബിയും സഹാബത്തും. അങ്ങനെ പലരും ചെറിയ സംഘങ്ങളായി മദീനയിലേക്ക് പലായനം ചെയ്തു. എല്ലാവരെയും പറഞ്ഞയച്ച ശേഷമാണ് മുത്തുനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉറ്റ സുഹൃത്തായ സുദൈഖ് തങ്ങളും രാത്രി യാത്ര പുറപ്പെട്ടത്. എന്നാലും നിങ്ങളൊന്നറിയാനേ, തന്നെ വിശ്വസിച്ച് തന്നിലേൽപ്പിച്ച മക്കാ നിവാസികളുടെ സമ്പത്തുകളെല്ലാം തിരികെ നൽകാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിർത്തിയാണ് മുത്തുനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കൾക്കിടയിലൂടെ നടന്നുപോയത്. എന്തൊരു വിശ്വസ്തതയല്ലേ! അതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ തന്നെ അൽ-അമീൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ചത്. കൂട്ടുകാരെ, നമുക്ക് കഥയിലോട്ട് മടങ്ങി വരാം. എല്ലാവരെയും പറഞ്ഞയച്ച ശേഷം മുത്തുനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉറ്റ സുഹൃത്തായ സുദൈഖ് തങ്ങളും രാത്രി യാത്ര പുറപ്പെട്ടു. സുദൈഖ് തങ്ങൾ വഴിയിൽ ജാഗരൂകനായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലൂടെയാണോ അതോ പിന്നിലൂടെയാണോ അല്ലെങ്കിൽ രണ്ട് വശങ്ങളിലൂടെയാണോ ശത്രുക്കൾ വരുന്നതെന്ന് കൃത്യമായി നോക്കുന്നുണ്ടായിരുന്നു. കാരണം തൻ്റെ ഖൽബിൻ്റെ കഷ്ണമായ താൻ ജീവനേക്കാൾ സ്നേഹിക്കുന്ന റസൂലുള്ളയാണ് കൂടെയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പോറലും ഏൽപ്പിക്കാതെ മദീനയിലെത്തിക്കാൻ അല്ലാഹു തആല എനിക്കാണല്ലോ ഭാഗ്യം നൽകിയത്. അങ്ങനെ അവർ സൗർ ഗുഹയിലെത്തി. അതിനുള്ളിൽ ആദ്യം കയറിയത് സുദൈഖ് തങ്ങളാണ്. എന്തിനാണെന്നറിയുമോ? രക്ഷപ്പെടാനുള്ള ആർത്തി കൊണ്ടല്ല. അതിനുള്ളിൽ വല്ല വിഷമുള്ള ജന്തുക്കളും ഉണ്ടെങ്കിൽ മുത്തുനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടിക്കാതിരിക്കാനാ. പക്ഷേ അതിനുള്ളിൽ കയറിയ സുദൈഖ് തങ്ങൾ അതൊന്നുമല്ല കണ്ടത്. ചെറുതും വലുതുമായ മാളങ്ങളാണ്. അതെല്ലാം സുദൈഖ് തങ്ങൾ എങ്ങനെയാണ് അടച്ചതെന്നറിയുമോ? ഔറത്ത് വെളിവാകാത്ത ഭാഗത്തുള്ള വസ്ത്രങ്ങൾ കീറിയാണ് അടച്ചത്. അവസാനം ഒരു മാളം മാത്രം ബാക്കിയായി. അത് സുദൈഖ് തങ്ങൾ തൻ്റെ കാൽവിരൽ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാത്ത വിധത്തിൽ അടിച്ചു പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗുഹക്കുള്ളിൽ ഇടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് സുദൈഖ് തങ്ങളുടെ മടിയിൽ തലവെച്ച് ഒന്നുറങ്ങിയതേ ഉള്ളൂ. അപ്പോഴാണ് ഉഗ്രൻ വിഷമുള്ള ഒരു പാമ്പ് സുദൈഖ് തങ്ങളുടെ കാലിൽ ഒരൊറ്റ കൊത്ത്. ഇന്നാലില്ലാഹ്! വേദന കൊണ്ട് പുളയുന്ന സുദൈഖ് തങ്ങൾ വിഷമുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. എന്നാലും നിദ്രയിലായ തൻ്റെ ഹബീബിനെ വെടിക്കണ്ടെന്ന് വിചാരിച്ച് വേദന കടിച്ചു പിടിച്ചു. വേദനയിൽ കുതിർന്ന 2 തുള്ളി കണ്ണുനീരുറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു. നോക്കുമ്പോൾ പാമ്പ് കടിയേറ്റ സുദൈഖ് തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഉമിനീരെടുത്ത് പാമ്പ് കടിയേറ്റ ഭാഗത്ത് പുരട്ടിക്കൊടുത്തു. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, വിഷം ഇറങ്ങി. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമുക്കൊരു വലിയ പാഠമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരും അനുഭവിച്ചവരുമാണ്. നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുമില്ല, അനുഭവിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നാം ഫുട്ബോൾ കളിക്കാരോടും സിനിമാ താരങ്ങളോടുമുള്ള പ്രേമം നിർത്തി നമ്മുടെ പ്രേമം തിരു ഹബീബിനോടാവണം. തിരു ഹബീബിനെ പ്രേമിച്ച് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ദാസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.